ഈ സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കുമല്ലേ? പിന്നെ വിശേഷം, ഞാനിന്ന് ഒരു കൊഞ്ച് കറി വയ്ക്കുവാണേ. തീയലെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീയലുമാണ്. തേങ്ങ അരയ്ക്കാതുള്ള തീയൽ. കൊഞ്ച് ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു. ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അയല ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെച്ചു. പിന്നെ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെച്ചിട്ട് കൊച്ചുള്ളി കടുവറുത്ത് കൊച്ചുള്ളി വഴറ്റി, കുറേ കൊച്ചുള്ളി വഴറ്റിയിട്ട് അതിനകത്ത് നമ്മുടെ പടവലങ്ങ ഉണ്ടല്ലോ, പടവലങ്ങയും കൂടെ ഇട്ടായിരുന്നു. പടവലങ്ങയും കൂടെ ഇട്ട് വഴറ്റി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വഴറ്റി നല്ല ഇതായിട്ടപ്പോഴത്തേക്ക് പച്ചവെള്ളം ഇട്ട് തക്കാളി ഇട്ട്, തക്കാളി വഴഞ്ഞു പോയില്ല, ഇച്ചിരി ഇതായിട്ട് കിടന്നു. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി ഇടുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് പുളി ഞാൻ മറ്റേ നമ്മുടെ ഈ പുളി ഇതുണ്ടല്ലോ, തോടൻ പുളി ഇട്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും നല്ല ഇതായില്ല. ഞാൻ പിന്നെ ഇച്ചിരി പുളിയും കൂടെ ഒഴിച്ചൊരു ശകലം, അപ്പോൾ ഒരു മധുരവും പുളിയൊക്കെ കൂടെ കിട്ടും പുളിയും കൂടെ ഒഴിക്കുമ്പോൾ. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിവേപ്പില ഇട്ട് ഇനിയിപ്പോൾ കൊഞ്ചിടാം. കൊഞ്ച് കുറേ ഇങ്ങനെ തിളച്ചതിന് ശേഷം കൊഞ്ചിട്ടാൽ മതി. അല്ലെങ്കിലേ കൊഞ്ച് ആദ്യമേ ഇട്ടാൽ കൊഞ്ചങ്ങ് കല്ലിച്ച ഓലയായി പോകും കേട്ടോ. ഇന്നിത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ചോറ് ഊറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ടായിരുന്നു നേരത്തെ. ഇനി തിളച്ച് വരുമ്പോഴത്തേക്ക് അരപ്പൊക്കെ നല്ല ഇതായിട്ട് വരും. ഉപ്പൊക്കെ നല്ല പാകമാണ്. പടവലങ്ങ വഴറ്റിയത് കൂടെ തന്നെ ഇച്ചിരി നേരം ഞാൻ അടച്ചിട്ടിരുന്നു. വഴറ്റി എല്ലാം കൂടെ മൂടി അടച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് തക്കാളി വെന്തു. തക്കാളി നല്ല വഴഞ്ഞ് വന്നിട്ട് പിന്നെ ഈ പടവലങ്ങ അങ്ങ് വെന്തായിരുന്നു. കണ്ട, പടവലങ്ങേനകത്തുണ്ട് ഒരുപാടില്ല, ഒരു ചെറിയ പീസുകളുണ്ട, ചെറിയ പീസ്. അങ്ങനെ ഒന്ന് കൊഞ്ച് തീയലെന്ന് പറയാൻ പറ്റില്ല, തേങ്ങ അരച്ചില്ല, തേങ്ങ ഇല്ലാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി അങ്ങ് വറ്റണം, എല്ലാം കൂടെ അരപ്പ് ചേർന്ന് വറ്റണം. കോഴിയെല്ലാം കൂടെ കിടന്ന് വിളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പൂച്ച അതിലേ പോകുമ്പോഴേ പൊക്കുന്ന കേട്ടാച്ചാരിക്ക് മുട്ട ഇട്ടിട്ടാണ്, നല്ല പൂച്ച അതിലേ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇങ്ങനെ വറ്റണം, കുറേ അങ്ങ് വറ്റണം. എന്നിട്ട് ഞാൻ കാണിക്കേ. കുറേ അങ്ങ് വറ്റി നല്ല അരപ്പായിട്ട് ഞാൻ കാണിക്കേ. ടാറ്റാ. ചോറ് വാർത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് മാറ്റിയില്ല, വേറെ പാത്രത്തിലിട്ട് വെക്കും. തോരത്തിനരിഞ്ഞ് വെച്ചേക്കുന്നേ ഉള്ളൂ. പയർ അത് ഇന്നലെ അരിഞ്ഞ് വെച്ചതാട്ടോ. പാളം പയറുണ്ടല്ലോ, ഇച്ചിരി മുറ്റി പോയായിരുന്നേ, കുറേ മുറ്റിയെന്നുള്ളതുകൊണ്ട് അങ്ങനെ അത് ഇങ്ങനെ തോടാക്കിയിട്ട് മെഴുക്കുവരട്ടി വെക്കാമെന്ന് പറഞ്ഞൊക്കെ ഇന്നലെ റെഡിയാക്കിയതായിരുന്നു. അപ്പോഴേക്കും മുറ്റിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒരു 1-2 ഇച്ചിരി പിഞ്ചുണ്ടായിരുന്നു, അതിനെ അരിഞ്ഞിട്ടിട്ട് ബാക്കി തോടിളക്കിയിട്ട് ഇന്നലെ പിന്നെ വേറെ മെഴുക്ക് പുരട്ടിയായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതിനെ തേങ്ങയും കൂടെ ആയിട്ട് ചതച്ച് കടുവറുത്തിടാം. കൊഞ്ച് ഇങ്ങനെ തിളയ്ക്കുന്നു, വലിയ തിള വേണ്ട, ചെറിയ തിളയിൽ കിടക്കണം. ടാറ്റാ. ഇനി റെഡിയായിട്ട് കാണിക്കേ. ടാറ്റാ.